നിവിൻ പോളിയുടെ തിരിച്ചുവരവ് എന്ന് ആഘോഷിക്കപ്പെടുന്ന സർവമായ എന്ന ചിത്രം പൊളിറ്റിക്സ് കേരള കണ്ടു. നിവിൻ പോളിയുടെ തിരിച്ചുവരവ് എന്ന് ആഘോഷിക്കപ്പെടുന്ന ആ ചിത്രം 100 കോടിക്ക് അകത്ത് 100 കോടി ക്ലബിൽ 100 കോടി ക്ലബിൽ ഇടം പിടിക്കും എന്നൊക്കെയുള്ള സൈബറിടങ്ങളിലെ വാർത്തകളാണ് പുറത്തു വന്നത്. 100 കോടി പോയിട്ട് 50 കോടി ഇടം പിടിച്ചാൽ ഭാഗ്യം എന്ന് തന്നെ പറയാം. സർവമായ ഹൊറർ കോമഡി ത്രില്ലറാണ്. ഫീൽ ഗുഡ് മൂവി എന്ന് ഇപ്പോൾ ന്യൂജൻ പറയുന്ന ഫീൽ ഗുഡ് മൂവികളിൽ ഒന്നാണ്. അതിനൊന്നും ഒരു സംശയവും ഇല്ല. പക്ഷേ പ്രതീക്ഷിക്കുന്ന പോലെ വലിയൊരു കളക്ഷനോ വലിയൊരു മുന്നേറ്റമോ സർവം മായയ്ക്ക് ഉണ്ടാകില്ല. കാരണം ആ സിനിമയിൽ ഒരുപാട് വീഴ്ചകളുണ്ട്. ഒന്നാമതായി നിവിൻ പോളി അവതരിപ്പിക്കുന്ന കഥാപാത്രവും ആ കഥാപാത്രത്തിൻ്റെ പ്രണയ ഇടവഴികളും ഒക്കെയാണ് അതിൻ്റെ വിഷയം. ആ വിഷയത്തിനിടയിൽ ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നുണ്ട്, ഒരുപാട് ബോറടിപ്പിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക്. ആദ്യ ഇൻ്റർവെൽ വരെ കോമഡിയിലൂടെ ആ ചിത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇൻ്റർവെല്ലിന് ശേഷമുള്ള കോമഡിയിലൂടെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സംവിധായകൻ അഖിൽ സത്യൻ ശ്രമിക്കുന്നു. പക്ഷേ എവിടെയൊക്കെയോ വെച്ച് അതിൻ്റെ കോമഡിയും അതിൻ്റെ യാഥാർത്ഥ്യ തലങ്ങളും പ്രേക്ഷകർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ വലിയ ഒരു പാളിച്ച. മമ്മൂട്ടി ചിത്രമായ കളങ്കാവൽ, ആ കളങ്കാവലും സർവമായയുമായി താരതമ്യപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ കളങ്കാവലിൻ്റെ ആ ക്ലൈമാക്സ് പഞ്ച് അത് വലിയൊരു ശ്രദ്ധേയമായൊരു സംഭവമാണ്. കളങ്കാവൽ ഇൻ്റർവെൽ വരെയും ഇൻ്റർവെല്ലിന് ശേഷവും പ്രേക്ഷകരെ പിടിച്ചിരുത്തിയില്ലെങ്കിലും ക്ലൈമാക്സ് ആകുമ്പോൾ പ്രേക്ഷകർക്ക് വല്ലാത്തൊരു പഞ്ച് തോന്നുന്നുണ്ട്. ആ പഞ്ച് സർവം മായയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ആ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനത. പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ഒരു രീതിയാണ് സർവം മായയുടെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ പോകുന്നു. അതിനപ്പുറം അതിൽ ഒന്നുമില്ല. ഒരു ഹൊറർ കോമഡി മൂവി നമുക്ക് കണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറം ആ ചിത്രത്തിൽ ഒന്നുമില്ല എന്ന് നിസ്സംശയം തന്നെ പറയാം. നിവിൻ പോളിയെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം നിവിൻ പോളിക്ക് വലിയൊരു ഗുണം ചെയ്യും എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ കരുതുന്നത്. പ്രതീക്ഷിച്ചതുപോലെ നിവിൻ പോളി ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിക്കില്ലെങ്കിലും ചിത്രം വിജയമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം കൃത്യമായി അത് മാർക്കറ്റ് ചെയ്തിരിക്കുന്നു സംവിധായകൻ അഖിൽ സത്യൻ. കൃത്യമായി ആ ചിത്രം മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. കളങ്കാവൽ എന്ന ചിത്രം മമ്മൂട്ടി കമ്പനി നന്നായി മാർക്കറ്റ് ചെയ്തില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാർക്കറ്റ് ചെയ്യാതെയാണ് കളങ്കാവൽ 100 കോടി ക്ലബിൽ ഇടം പിടിക്കുന്നത്. പക്ഷേ സർവം മായ എന്ന നിവിൻ പോളി ചിത്രം നന്നായി മാർക്കറ്റ് ചെയ്തു അതിൻ്റെ നിർമ്മാതാക്കളും സംവിധായകനും ഒക്കെ. സത്യനന്ദിക്കാടിൻ്റെ മകൻ അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന രീതിയിൽ അതിന് നല്ലൊരു മാർക്കറ്റ് തന്നെ ലഭിച്ചു. മാത്രമല്ല ഈ ചിത്രം പണ്ടൊക്കെ കാണുന്ന സത്യനന്ദിക്കാട് മൂവിയുടെ ഒരു ടോണറിലുള്ള ഒരു ചിത്രമാണ്. കാരണം സത്യനന്ദിക്കാടിൻ്റെ ചിത്രങ്ങൾക്ക് കേരളത്തിൽ എപ്പോഴും മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റ് അഖിൽ സത്യന് നിലനിർത്താനായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. സത്യനന്ദിക്കാട് ചിത്രം പ്രതീക്ഷിച്ച് വരുന്ന പ്രേക്ഷകർ സത്യനന്ദിക്കാടിൻ്റെ മകൻ്റെ ചിത്രം എങ്ങനെയുണ്ടെന്ന്
കാണാൻ വേണ്ടി ശ്രമിക്കും. ആ പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നില്ല ഈ ചിത്രം എങ്കിലും ഈ ചിത്രത്തിൻ്റെ ഗതിവിഗതികൾ എപ്പോഴും ശ്രദ്ധേയമാണ്. ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് ചിത്രത്തിന് ആൾക്കാരെ കയറ്റാൻ സാധിക്കും. പക്ഷേ 100 കോടി ക്ലബിൽ ഈ ചിത്രം ഇടം പിടിക്കില്ല. ഈ ചിത്രം ഒരു ആവറേജ് ചിത്രം മാത്രമാണ്.